ഹായ് ഫ്രണ്ട്സ്, സുരേഷ് ചവറി ടൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ കാലമായി ഈ പറഞ്ഞ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോ ചെയ്തിട്ട് അത് ഓരോ തിരക്കായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ഒത്തിരി കുടുംബാംഗങ്ങൾ, ഫ്രണ്ട്സ്, ഒത്തിരി ആളുകൾ നിരന്തരമായി എന്തുകൊണ്ടാണ് ക്യാമറയിൽ നമ്മൾ എന്തുകൊണ്ട് യൂട്യൂബ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വളരെ നല്ല സമയമാണ് നമുക്കുള്ളത്. ആ ഒരു സമയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി ഉള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ ജൂൺ മാസത്തിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഈ മഴ സീസണൊക്കെ തുടങ്ങുന്ന സമയത്ത് അനവധി ആളുകൾ ഒരു കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിലേക്ക് മാറുന്ന സമയത്ത് ഒത്തിരി ഭാഗ്യക്കേടുകളും ഭാഗ്യങ്ങളുമായിട്ട് നിൽക്കുന്ന നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തനതായ ശൈലിയിൽ തന്നെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ കാലത്ത് കൊറോണ കഴിഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് വരുന്ന ഒത്തിരി ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് പലർക്കും നല്ല ജോലി കിട്ടുന്നുണ്ട്, ചിലർക്ക് ഈ ഭാഗ്യക്കേട് കൊണ്ട് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ജോലി തടസ്സം സംഭവിക്കുക, ഭവനങ്ങൾ നിർമ്മിക്കുന്നതിൽ തടസ്സം നേരിടുക, അങ്ങനെ അനവധി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വിലങ്ങുതടിയാവുന്ന ഈ അവസരത്തിൽ ജ്യോതിഷ പ്രകാരവും ന്യൂമറിറ്റിക്കായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ പല പണ്ഡിതന്മാരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഒരു ടോപ്പിക്കായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ജ്യോതിഷ പ്രകാരം ശുക്രനായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ജ്യോതിഷത്തിൽ പറയാൻ കഴിയും. 6 എന്ന് പറയുന്ന സംഖ്യ ജ്യോതിഷത്തിൽ ശുക്രന് അനുകൂലമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും നമുക്ക് എപ്പോഴൊക്കെയാണ് നല്ലൊരു സമയം കടന്നു വരിക എന്നുള്ളത് നമുക്ക് ആർക്കും പെട്ടെന്ന് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ആ അവസ്ഥയിൽ നിന്നും ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ നമ്മൾ പള്ളികളിൽ പോകുന്നുണ്ട്, അതൊക്കെ നിൽക്കട്ടെ. അതിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ആണ് ഇന്നത്തേക്ക് നമ്മൾ വിഷയമായിട്ട് വരുന്നത്. സാധാരണ നമുക്ക് ട്രാവൽ വീഡിയോ ആണ് കൂടുതൽ ചെയ്യുന്നത്. എന്നെങ്കിൽ പോലും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റുള്ള ജനോപകാരപ്രദമായ കാര്യങ്ങളാണ് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ നമുക്ക് ഒരു 1-2-1-2 എന്ന് പറയുന്നത് നിങ്ങൾ പല ഏരിയകളിലും കേട്ടിട്ടുണ്ടാവും. ഈ 1-2-1-2 എന്ന് പറയുന്നത് 1-2-3, അപ്പോൾ 1+2 എന്ന് പറയുമ്പോൾ 3 പിന്നെ 1-2 3-3-6. ഇത് സംബന്ധിച്ച് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ജ്യോതിഷത്തിൽ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടാണ് 6ൻ്റെ ഒരു ഇത് പറയുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, നമുക്ക് പണപരമായിട്ട് നമുക്ക് എന്തെങ്കിലും തൊഴിൽ തടസ്സങ്ങളോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സങ്ങൾ വരുന്ന പക്ഷം നമ്മുടെ കാര്യങ്ങൾ നടത്താൻ കാര്യപ്രാപ്തിക്കായിട്ട് ഫലശക്തിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കർമ്മങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഈ 1-2 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പറിലേക്ക് നമ്മൾ ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. നമ്മുടെ സ്ത്രീകളടക്കമുള്ള ആളുകൾ രാവിലെ എഴുന്നേൽക്കുന്ന ആളുകളാണ്. അവരൊക്കെ രാവിലെ മിക്കവാറും കുളിച്ച് കാര്യങ്ങൾ ചെയ്ത് ഇതിനകത്ത് ഇപ്പം അങ്ങനെ ഒരു കാര്യം വേണ്ടതില്ല. ആർത്തവം അതുപോലെയുള്ള കാര്യങ്ങളിൽ പുലവാലാമ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ കർമ്മം നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. ഇതിനകത്ത് ജാതി മത ഭേദമന്യേ ഏവർക്കും ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആഗ്രഹം എന്താണ്, നമുക്കറിയാം 100 ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവാം. ആ ആഗ്രഹങ്ങളിൽ എന്താണ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ നമുക്ക് എഴുതേണ്ട കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് കറുപ്പ് മഷിക്ക് എഴുതാതിരിക്കുക. അതിന് പകരം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പച്ചമഷിക്കോ നീല മഷിക്കോ ആണ് എഴുതേണ്ടത്. പച്ചമഷി അഭികാമ്യമായിരിക്കും എന്നാണ് ഇതിനകത്ത് തത്വത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹം അതിനകത്ത് എഴുതുക. എന്നിട്ട് നിങ്ങളത് പ്രധാനമായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾ രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് ഒരു സമയത്ത് നമ്മൾ ആ 21 ദിവസമാണ്, 21 ദിവസം നമ്മൾ ഈ 1-2-1-2 എന്നുള്ളത് നമ്മുടെ കയ്യിൽ, ഇതിനകത്ത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇടത്ത് വലത്ത് മനസ്സിലായി. ഇതെൻ്റെ
വലത് കൈയാണ്, ഇതെൻ്റെ ഇടത് കൈയാണ്. അപ്പം ഇതിൻ്റെ മോതിര വിരൽ, നമുക്കെല്ലാം മോതിര വിരലിലാണ് എഴുതേണ്ടത്. ആ എഴുതേണ്ടത് ആ മഷി പേന എടുത്തിട്ട് ഇങ്ങനെ 1 2 1 2 എന്നുള്ള രീതിയിൽ എഴുതുക. ആ എഴുതുമ്പോൾ അത് റീറൈറ്റ് ചെയ്യാൻ പാടില്ല. റീറൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അത് മാച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. റീറൈറ്റ് ചെയ്യാതെ 1 2 1 2 എന്ന് കൃത്യമായിട്ട് എഴുതുക. ആ എഴുതി കഴിഞ്ഞിട്ട് നമ്മളത് മായാതെ അത് അരമണിക്കൂറെങ്കിലും മായാതെ നമ്മൾ അത് സൂക്ഷിക്കണം. ഇപ്പോൾ സ്ത്രീകളാകുമ്പോൾ പാത്രം തയ്ക്കാനും രാവിലെ ആകുമ്പോൾ ജോലികളിലൊക്കെ ഏർപ്പെടും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, അരമണിക്കൂർ നമ്മുടെ ശരീരത്ത് ഈ എഴുതിയിരിക്കുന്ന സംഖ്യ മായാൻ പാടില്ല. 1 2 എന്ന് പറഞ്ഞ സംഖ്യ. അപ്പോൾ അത് അങ്ങനെ മായാതെ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ കൈ കളഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു സംഖ്യ 21 ദിവസം ഇതേ സമയം നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. എന്നാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത് അന്ന് കൂട്ടി 21 ദിവസമാണ് എഴുതേണ്ടത്. നമ്മൾ കാര്യസിദ്ധിക്കും ഫലപ്രദമായ കാര്യത്തിനും ആണ് ഉദ്ദേശിക്കുന്നത്. അതിലുപരി നമ്മുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് വിവാഹമായിട്ട് ഒരു കുട്ടിയുടെ കല്യാണമാകട്ടെ, ഇടങ്ങളിലുള്ള ജോലിയാകട്ടെ, എന്ത് ആണ് നമ്മുടെ മനസ്സിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്, അത് ഇഷ്ടപ്പെട്ട ദേവനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ദേവനെ എന്ന് പറയുമ്പം ചിലപ്പോൾ മറ്റുള്ള മതത്തിൽ ആണെങ്കിൽ മോസ്കോയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാതാവായിരിക്കാം, അല്ലെങ്കിൽ കൃഷ്ണനായിരിക്കാം. ആരാണ് നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ആ ദൈവം, ആ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ ആ എഴുതിയ പേപ്പറും മനസ്സിൽ എന്താണോ അത് ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം എഴുതേണ്ടത്. എഴുതുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ എന്നും ആ ഒരു പ്രാർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കണം. കാരണം പ്രാർത്ഥനയാണ് പ്രധാനം. അത് എവിടെ ചെന്നാലും, ഏത് അമ്പലത്തിലും ഏത് പള്ളികളിൽ ചെന്നാലും എല്ലാവരും പറയുന്നൊരു വാക്ക് പ്രാർത്ഥനയാണ് പ്രധാനം എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം നടക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ഈ അരമണിക്കൂർ നടക്കുന്ന സമയത്ത് നമ്മൾ പണിയെടുക്കേണ്ടതെന്നല്ല പറയേണ്ടത്. നമ്മൾ അരമണിക്കൂർ നമ്മൾ പണിയെടുത്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിടുക. പക്ഷെ നടക്കേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മളിപ്പോൾ പെട്ടെന്നൊരു 50 ലക്ഷം രൂപ കിട്ടണം എന്നുള്ള കാര്യങ്ങളല്ല. നല്ലതായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ ഒരു വീട് വയ്ക്കാനായിട്ടോ എന്ത് കാര്യമായിക്കോട്ടെ, ആ കാര്യം മനസ്സിൽ ഓർത്ത് ആ കാര്യം ചിന്തിച്ച് ഇത് 21 ദിവസം മുടക്കമില്ലാതെ, ഇനി അഥവാ മുടങ്ങിയെന്ന് സങ്കല്പിക്കാം, സ്വാഭാവികമായിട്ട് സംഭവിക്കാമല്ലോ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ആ മുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പിന്നെ ഒന്നെന്ന് തുറന്നിട്ട് വരും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുടങ്ങാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലുത്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹോളൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, അലാറൊക്കെ വെച്ച് ആ ടൈം ആകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചാടി നിൽക്കും. അപ്പോൾ നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവും. ആ ലക്ഷ്യബോധമാണ് പ്രധാനമായിട്ടുള്ളത്. ആ ലക്ഷ്യബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫലം ഉണ്ടാവും, നമുക്ക് പ്രാർത്ഥന ഉണ്ടാവും, നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകം നോയമ്പിൻ്റെ ആവശ്യമില്ല. സ്ത്രീകളേതല്ല, ആരെ സംബന്ധിച്ചും ഒരു ഇറച്ചി കഴിച്ചു അല്ലെങ്കിൽ മീൻ കഴിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും അതിന് ദോഷമില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് 21 ദിവസം പൂർത്തീകരിച്ച് അതിനുള്ളിൽ ആ കാര്യങ്ങൾ നമുക്ക് നടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നതാണ് ജ്യോതിഷ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ചെറുതായിട്ട് കാണേണ്ടതില്ല. പ്രധാനമായിട്ടും പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ആ സംഖ്യ നിങ്ങൾ എപ്പോഴും മനസ്സിൽ 1 2 1 2 ആണ്. ആ 1 2 ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്കറിയാം, ചൈനയിലും ഇതൊക്കെ ഒത്തിരി പരീക്ഷണങ്ങൾ അതിൻ്റെ ജ്യോതിഷികളായിട്ടുള്ള കാര്യങ്ങൾ വിജയിച്ച ഒരു സംഭവമാണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ധനദേവനെ വണങ്ങി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, അമ്മയെ ധ്യാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ മാതാവിനെ, അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥ മാതാവോ അല്ലെങ്കിൽ ഏതാണോ ഇഷ്ടപ്പെട്ട ദേവനെ അത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം ഈ കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാര്യം. അപ്പം നമ്മൾ ഈ പറയുന്ന നല്ല അറിവുകൾ നമ്മൾ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ കാര്യസത്യപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യം നടക്കും എന്നുള്ളത് ഉറച്ച വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഒരു പരീക്ഷ നോക്കാമെന്നുള്ളതിലുപരി പരീക്ഷണം നല്ലത് തന്നെ അവിടെ നിൽക്കട്ടെ, പക്ഷെ നിങ്ങൾ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയും അതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യുന്ന ഒരു സംഖ്യയും മാറി ഇന്ന് 1 2 1 2. അപ്പം അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്, നടക്കുക തന്നെ ചെയ്യും. അതിനായിട്ട് നമ്മൾ
ഇതിനകത്ത് പൂർണ്ണമായും തൃപ്തിയോടെ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ പറയുന്ന കുബേരദേവനെ ഉണർത്തുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ആ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അനുഭവം, എൻ്റെ അനുഭവം വെച്ച് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരു 10 ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഏതാണ് അത്യാവശ്യമുണ്ട്, അതിനകത്ത് ഏതാണ് അത്യാവശ്യം എന്ന് നോക്കിയിട്ട് ആ ഒരു അത്യാവശ്യം ആയിട്ടുള്ള ഒരു കാര്യം എടുത്തിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ആ കാര്യം നടന്ന ശേഷമായിരിക്കണം അടുത്ത കാര്യത്തിലെ പറ്റി ചിന്തിക്കേണ്ടതെന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാ ആഗ്രഹങ്ങളാണ്. നമുക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ വേണ്ട നമുക്കൊരു ജോലി കിട്ടണം, ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. പക്ഷെ ഏതാണ് ഇമ്പോർട്ടൻ്റ് അത് നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അത് മാത്രമല്ല, അപ്പം അത് അങ്ങനെ നിൽക്കുന്ന കാര്യത്തിൽ നമുക്ക് ഈ കുബേരദേവന്റെ അനുഗ്രഹം പ്രധാനമായിട്ട് വരും. കാരണം നമുക്ക് ഈ ശുക്രന്റെ അനുഗ്രഹം കൂടെ വന്നു കഴിയുമ്പോൾ ആ ധനവാനായിട്ടുള്ള കുബേരന്റെ അനുഗ്രഹം വരികയാണ്. കാരണം നമ്മൾ എന്താണ് മനസ്സിലാക്കുക, നമുക്ക് സന്താനക്ക് വേണ്ടിയാണെങ്കിൽ അത് നമുക്ക് ധനനഷ്ടം സംഭവിച്ചു. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ധനം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അത് നല്ലൊരു പ്രയോഗമായി വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ആപത്തുകളും മറന്ന് അല്ലെങ്കിൽ കടന്ന് നിങ്ങൾ തിരിച്ചു വരട്ടെ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രയോഗത്തിലൂടെ ഈ ഒരു നല്ല മനസാന്നിധ്യത്തോടു കൂടി ഈ പൂജയോടുകൂടി അല്ലെങ്കിൽ മനസ്സോടുകൂടി ചെയ്യുന്ന ഈ കർമ്മത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൂടാതെ ഷെയർ ചെയ്യുക. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും